സുറിയാനി നന്നായിട്ട് അറിയാവുന്ന ഒരു പറ്റം വൈദികരും അൽമായരും സിസ്റ്റേഴ്സും സ്കോളേഴ്സായിട്ട് നമുക്ക് സഭയ്ക്ക് വേണം. എങ്കിലേ സഭ വളരുകയുള്ളൂ, നമ്മളുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ മറ്റൊരു തലമാണ് വളരെ ലളിതമായ സംഗീതങ്ങൾ പരിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനയിലും ഉപയോഗിക്കാൻ വിശ്വാസികളെ തയ്യാറാക്കുക. ഇപ്പം നമ്മൾ ലാഹുമാറ, അന്തീശാലാഹ, അല്ലെങ്കിൽ സ്വർഗസ്വനായ പിതാവേ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഈ രൂപതയിൽ കുട്ടികളൊക്കെ നന്നായിട്ട് ഇത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. സുറിയാനി നമുക്കൊരു ദേറാവുണ്ട്, അവിടെ സുറിയാനി പഠിപ്പിക്കുന്നുണ്ട്. പല ഇടവുകളിലും അച്ഛന്മാർ ചെറിയ തോതിൽ കുട്ടികളെയും മുതിർന്നവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഇനി സുറിയാനിയിൽ മാത്രമേ കുർബാനയില്ലാള്ളൂ. ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ പലപ്പോഴും ആവശ്യമുള്ളപ്പോൾ വലിയ ഇടവക സമൂഹത്തിലും കൊച്ചു പള്ളികളിലും ഞാൻ അർപ്പിക്കാറുണ്ട്. മറ്റത് നമുക്കിനി എളുപ്പമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ സഭയെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് 3 ഭാഷകളായിരുന്നു: ലത്തീൻ, ഗ്രീക്ക്, സുറിയാനി. അത് കൂട്ടായ്മയുടെ ഭാഷകളായിരുന്നു. അതുകൊണ്ടാണ് ബെനഡിക്ട് പരിശുദ്ധാനെ പോലുള്ള ആളുകൾ ഈ മൂലഭാഷകൾ നമ്മൾ പഠിക്കണം, അത് വിട്ടുകളയരുത് എന്ന് ഗൗരവതരമായിട്ട് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചത്. സെമിനാരികളിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ബോധ്യം, ആ ഒരു പരിശ്രമം കുറേയെങ്കിലും വിജയം കണ്ടിട്ടുണ്ട്. പലതലങ്ങളിൽ ആഴമായിട്ട് പഠിക്കുന്നവരുണ്ട്, ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കുന്നവരുണ്ട്, കൊച്ചുകുട്ടികൾ പാട്ട് പഠിക്കുന്നവരുണ്ട്, അമ്മച്ചിമാർ മലയാളം കൂടെ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സുറിയാനി കൾച്ചർ രൂപപ്പെടുത്താനും അതിൻ്റെ ഉത്തമാംശങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഔട്ട്സൈഡ് ഇന്ത്യ രൂപതയിലുള്ള യങ്സ്റ്റേഴ്സ് ഈ കാര്യത്തിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. നമുക്ക് 4 പ്രധാനപ്പെട്ട രൂപതകളാണുള്ളത്. അവിടെയുള്ള ചെറുപ്പക്കാർ നാട്ടിലുള്ള നമ്മുടെ ആളുകളെക്കാൾ കൂടുതൽ ആവേശത്തോടെ ഈ ഭാഷയും ഈ ശ്ലൈഹിക പൈതൃകവും ഈ പരിശുദ്ധ കുർബാനയുടെ 3 രൂപങ്ങളും യാമപ്രാർത്ഥനയും ഒക്കെ മൂലഭാഷയിൽ തന്നെ എല്ലാവരും പഠിക്കണം എന്നുള്ള വലിയ ഒരു എക്ലീഷ്യൽ കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടത് അല്പമെങ്കിലും നമ്മുടെ രൂപതയിലും അത് വിജയം കണ്ടതിലുള്ള സംതൃപ്തിയാണ് എനിക്ക്.